ഹായ് കൂട്ടുകാരെ, ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഇന്ന് നമുക്ക് സ്പെഷ്യൽ കക്ക ഫ്രൈ ആണ്. അതിന് വേണ്ടിയിട്ട് കക്ക നല്ല വൃത്തിയായിട്ട് കഴുകി കൊണ്ടുവന്നിരിക്കുകയാണ്. ഇനി അത് നമ്മൾ കക്കയ്ക്കകത്ത് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട് വേവിക്കാനായിട്ട് വെക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ഇടണമായിരുന്നു, മിസ്സായിപ്പോയി. പക്ഷെ ഞാൻ കുരുമുളക് പൊടി ആഡ് ചെയ്തിട്ടുണ്ട്. കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടെ ചേർത്തിട്ട് നമ്മൾ കക്ക വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. കക്ക നന്നായിട്ട് നമ്മൾ വേവിക്കാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമുക്ക് കക്ക നന്നായിട്ട് നല്ലതായിട്ട് വെന്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട് കക്ക. അതിനുശേഷം നമ്മൾ ചെറിയ ഉള്ളി, സവാള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ തേങ്ങാക്കൊത്ത്, പച്ചമുളക്, ഇത്രയും ചേർക്കാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ കക്ക നന്നായിട്ട് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും ഒക്കെ ആയിട്ട് ഇട്ട് പുഴുങ്ങി നല്ലതായിട്ട് വെന്ത് നമുക്കത് കിട്ടിയിട്ടുണ്ട്. ഞാനത് വേറെ പാത്രത്തിലോട്ട് എടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ കക്ക ഫ്രൈ ചെയ്യാനായിട്ട് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇനി എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ കക്ക ഫ്രൈ ചെയ്യാൻ പോകണം. ആദ്യം തന്നെ ഒരു ഇൻഡാലിയത്തിൻ്റെ ഉരുളി നമ്മൾ ഗ്യാസിലേക്ക് വെച്ചു. അതിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കടുക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കടുക് നന്നായിട്ട് പൊട്ടുന്ന സൗണ്ടൊക്കെ കേൾക്കുന്നുണ്ടോ കൂട്ടുകാരെ? കടുകൊക്കെ നന്നായിട്ട് പൊട്ടി കഴിയുമ്പോഴത്തേക്കിനാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കുന്നത്. കടുക് നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് ഫ്രൈ ആയി വന്നിട്ടാണ് നമ്മൾ ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മൂപ്പിക്കാൻ വേണ്ടിയിട്ടെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് നമ്മൾ ഇഞ്ചി പേസ്റ്റ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കും. അതും ഒന്നും നല്ലതായിട്ട് മൂത്ത് വന്നപ്പോൾ നമ്മൾ ഫ്രൈ ആക്കി തേങ്ങാക്കൊത്ത് നമ്മൾ ഫ്രൈ ആക്കി വെച്ചിരുന്നു, ജസ്റ്റ് അതും ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. അതും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കൊച്ചുള്ളി, സവാള, പച്ചമുളക് ഇത് മൂന്നും കൂടെ ഒന്നിച്ച് നമ്മൾ അങ്ങ് ഇട്ട് കൊടുക്കുവാണ്. നല്ലതായിട്ട് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൊച്ചുള്ളിയും സവാളയും തേങ്ങാക്കൊത്തും എല്ലാമായിട്ട് നല്ലതായിട്ടൊന്ന് വഴറ്റി എടുക്കണം. അതിലേക്ക് നമ്മൾ 3-4 തണ്ട് കരിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ശകലം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മുടെ പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് എളുപ്പം. നല്ലതായിട്ട് നല്ല ബ്രൗൺ കളറിലായി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നമ്മൾ ഓൾറെഡി കക്ക പുഴുങ്ങിയതിനകത്ത് കുരുമുളക് പൊടിയും ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾ അതിലേക്ക് പുഴുങ്ങി വെച്ച കക്ക നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുവാണ്. കക്കയെല്ലാം ആഡ് ചെയ്ത് കൊടുത്തു. നന്നായിട്ട് നമ്മുടെ കൊച്ചുള്ളിയൊക്കെ ആയിട്ട് വഴറ്റി വെച്ചിരിക്കുന്ന ഗ്രേവിക്കകത്തോട്ട് നമ്മൾ നല്ലതായിട്ട് അതൊന്ന് മിക്സ് ചെയ്തു. അതൊന്ന് പൊട്ടണം. ഈ കക്ക ഇങ്ങനെ പൊട്ടി ഇങ്ങനെ വരത്തില്ലേ, എന്നിട്ടാണ് നമ്മൾ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ കക്ക ഇങ്ങനെ പൊട്ടാനായിട്ട് വെച്ചിരിക്കുകയാണ്. നമ്മുടെ കക്കയൊക്കെ നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് കാശ്മീരി പൗഡർ, എരിവില്ലാത്ത മുളക് പൊടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കും. നമ്മൾ കൂടുതലും ഇതിനകത്ത് നമ്മൾ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തിരുന്നു. വീണ്ടും നമ്മൾ ഇച്ചിരി കൂടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമ്മുടെ പ്രധാന ഇൻഗ്രീഡിയൻ്റായ മസാല, ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി നമ്മൾ ഒത്തിരി അങ്ങ് ഇളക്കത്തില്ല. ഓൾറെഡി നമ്മുടെ കക്ക നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അത് വെന്ത് പൊട്ടി നല്ല റെഡി ആയിട്ടിരിക്കുകയാണ്. ഈ പൊടികളും കൂടെ ആഡ് ചെയ്ത് കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ എടുക്കത്തതേ ഉള്ളൂ. നമ്മുടെ
ഒരു ശകലം ഉപ്പിന്റെ കുറവുണ്ടായിരുന്നു, അപ്പോൾ ഒരു ശകലം ഉപ്പും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മുടെ കക്ക നന്നായിട്ട് വെന്ത് നമ്മുടെ ഗ്രേവിയൊക്കെ ആയിട്ട് മിക്സായി നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ കക്ക നല്ലൊരു ബ്രൗൺ കളറിലായി വന്നു. കക്ക നല്ലതായിട്ട് വെന്ത് നമ്മളത് പാത്രത്തിലോട്ട് മാറ്റുവാണ്.